കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് മുൻ MLA PV അൻവർ നടത്തിയ ചില നിർണായക ആരോപണങ്ങളാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പൊതുജന ശ്രദ്ധ തിരിക്കാനായി ക്രിമിനൽ കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബുദ്ധിയാണെന്നാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ജയിൽ ചാട്ടം യാദൃശ്ചികമല്ലെന്നും ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കമുണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. 5 ഗോവിന്ദച്ചാമിമാർ ഒന്നിച്ചു വിചാരിച്ചാൽ പോലും ഇങ്ങനെയൊരു ജയിൽ ചാട്ടം പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി. ജയിൽ ചാട്ടത്തിന്റെ ഡെമോ കാണിച്ചുകൊണ്ടാണ് PV അൻവർ തന്റെ വാദങ്ങൾ സമർത്ഥിച്ചത്. ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദച്ചാമി ഉപയോഗിച്ചുവെന്ന് പറയുന്ന ഹാക്സോ ബ്ലേഡുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ശ്രദ്ധേയമാണ്. 1000 ഹാക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ചാലും ഇരുമ്പുകമ്പി മുറിക്കാൻ സാധ്യമല്ലെന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പറയുന്നുവെന്ന് അൻവർ ചൂണ്ടിക്കാട്ടി. ഒരു സാധാരണ വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇരുമ്പുകമ്പി വളയ്ക്കാൻ സാധ്യമല്ലെന്നും അദ്ദേഹം വാദിച്ചു. ജയിലിന്റെ മതിലുകൾ ചാടിക്കടക്കാൻ 3 ഡ്രമ്മുകൾ അടുക്കി വെച്ച ശേഷം കെട്ടിയ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരുമെന്നും അത് മനുഷ്യസാധ്യമല്ലാത്ത കാര്യമാണെന്നും അൻവർ പറഞ്ഞു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ച് ഒരാൾ ജയിൽ ചാടുകയാണെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് നാട് വിടാനാണ് ശ്രമിക്കുക. എന്നാൽ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചില്ല. ജയിൽ ചാട്ടത്തിന് ശേഷം പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനോ അതുവഴി വന്ന ഒരു വാഹനത്തിന് കൈ കാണിക്കാനോ ഗോവിന്ദച്ചാമി ശ്രമിച്ചില്ല. CCTV ദൃശ്യങ്ങളിൽ ഗോവിന്ദച്ചാമി സുഖമായി നടന്നു പോകുന്നതാണ് കാണുന്നതെന്ന് PV അൻവർ പറഞ്ഞു. ഇങ്ങനെയൊരു ജയിൽ ചാട്ടത്തിന് ശേഷം അരമണിക്കൂർ നടന്നാൽ റെയിൽവേ ട്രാക്കിൽ എത്താൻ സാധിക്കുമെന്നിരിക്കെ ഈ പ്രദേശങ്ങൾ സുപരിചിതരായ ഗോവിന്ദച്ചാമി രാത്രി 10 മണി വരെ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നുവെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നും PV അൻവർ ചോദ്യം ചെയ്തു. ഈ പറയുന്ന ജയിൽ ചാട്ടം യഥാർത്ഥത്തിൽ ജയിലിനകത്ത് നടന്നില്ലെന്നും ഗോവിന്ദച്ചാമിയെ പുറത്തു കൊണ്ടുപോയതാണെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. തെളിവെടുപ്പ് നടത്തുമ്പോൾ സാധാരണയായി മാധ്യമപ്രവർത്തകരെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറുണ്ടെന്നും എന്നാൽ ഗോവിന്ദച്ചാമിയുടെ തെളിവെടുപ്പിന് അത് അനുവദിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതെല്ലാം ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് അൻവറിന്റെ പക്ഷം. ജയിൽ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഗോവിന്ദച്ചാമിയെ പുറത്തു കൊണ്ടുപോയതെന്നും അവരുടെ വാഹനത്തിൽ ഗോവിന്ദച്ചാമിയെ പുറത്തിറക്കി ജയിൽ പരിസരത്ത് നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും രാത്രി 10 മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് അറിയിച്ചെന്നും PV അൻവർ ആരോപിച്ചു. ഒരു ഗോവിന്ദച്ചാമിക്ക് തനിച്ച് ജയിൽ ചാടാൻ കഴിയില്ലെന്നും 5 ഗോവിന്ദച്ചാമിമാർ ഒന്നിച്ച് വിചാരിച്ചപ്പോലും ജയിൽ ചാടാൻ കഴിയില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു. VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു തന്ത്രമാണ് ഈ ജയിൽ ചാട്ടമെന്ന് അൻവറിന്റെ പ്രധാന ആരോപണം. എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയെ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ഒരു മലയാളി പ്രതിയെ ഉപയോഗിച്ചില്ല എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. ഈ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരവമായി അന്വേഷിക്കണമെന്നും ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ഈ പ്രവൃത്തി നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് വിലാപയാത്ര ഇത്രയധികം ജനശ്രദ്ധ നേടുന്നതെന്നും എന്തുകൊണ്ടാണ് കേരള ജനത VSനെ ഈ രീതിയിൽ സ്നേഹിച്ചതെന്ന ചർച്ച പൊതുസമൂഹത്തിൽ സജീവമായി ഉയർന്നു വരുന്നുവെന്നും PV അൻവർ ഓർമ്മപ്പെടുത്തി. VS അച്യുതാനന്ദൻ തന്റെ ജീവിതകാലത്ത് സ്വീകരിച്ച നിലപാടുകൾ, പ്രത്യേകിച്ചും അദ്ദേഹം ശക്തമായി ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി. VSനെ തരം താഴ്ത്താൻ പിണറായി വിഭാഗം നടത്തിയ തരംതാണ പ്രവൃത്തികളും ക്യാപിറ്റൽ പനിഷ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായിരിക്കുന്നു. ഈ ചർച്ചകൾ അവസാനിപ്പിക്കാനായി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ ADGP MR അജിത് കുമാറിന്റെയും P ശശിയുടെയും തലയിൽ ഉദിച്ച കുബുത്തിയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചട്ടമെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്.